പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ്. മുത്തിനെ രക്ഷിക്കാൻ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോകുന്ന കൃഷ്ണ ഒടുവിൽ ഉമയെ താലികെട്ടുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇനിയൊന്നും നോക്കാനില്ല, എനിക്ക് മുത്തിനെ രക്ഷിക്കുക എന്ന കാര്യം തന്നെയാണ് വലുത് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൃഷ്ണ. എന്നാൽ ഇതേ സമയം കൃഷ്ണയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരുന്ന മണിക്കുട്ടി ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഉമയുടെ ഫോണിലേക്ക് ഫോൺ ചെയ്യുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മണിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഇതിന്റെ ഭാഗമായി ഉടൻ തന്നെ മണിക്കുട്ടി കാവ്യയെ ചെന്ന് കാണുകയാണ്. കാവ്യയോട് മുത്തിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കാവ്യ എങ്ങനെയാണ് അതിന് സാധിക്കുക എന്നും എന്താണ് ചെയ്യേണ്ടത് എന്നും ചോദിച്ചതിനെ തുടർന്ന് തൻ്റെ കയ്യിൽ ഉഗ്രനൊരു പോംവഴിയുണ്ട് എന്നും ഞാൻ പറയുന്നത് പോലെ ചെയ്യാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. തൻ്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാനും നിൽക്കുന്നത്. കൃഷ്ണ മാത്രമല്ല, ഞാനും എന്തിനും തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാവ്യ എത്രയും പെട്ടെന്ന് തന്നെ ഉമ്മയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ വിളിച്ചപ്പോൾ അവിടെ വെച്ച് മുത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇടയായി എന്നും അതുകൊണ്ട് തന്നെ ആ ഫോൺ എവിടെയുണ്ടോ അവിടെ മുത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി തൻ്റെ സ്വാധീനം ഉപയോഗിക്കുന്നതിന് തയ്യാറാവുകയാണ് കാവ്യ. ഒടുവിൽ വിചാരിച്ചതുപോലെ എവിടെയാണ് ആ ലൊക്കേഷൻ ഉള്ളത് എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയാണ്. എന്തായാലും കൃഷ്ണയെ ഇപ്പോൾ കാര്യങ്ങൾ അറിയിക്കേണ്ട എന്നും കൃഷ്ണ ഉമയുടെ ശ്രദ്ധ തെറ്റിക്കുന്നതിന് വേണ്ടി അമ്പലത്തിലേക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് അറിയിക്കുകയും ചെയ്യുന്ന മണിക്കുട്ടി മുത്തിനെ രക്ഷിച്ചതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഞാൻ എന്തായാലും അവിടേക്ക് പോവുകയാണ് എന്ന് മണിക്കുട്ടി പറഞ്ഞതിനെ തുടർന്ന് മണിക്കുട്ടിയോട് ഒറ്റയ്ക്ക് പോകേണ്ട എന്നുള്ള നിർദ്ദേശം നൽകുകയാണ് കാവ്യ. കൂടെ ഞാനും വരാം, നീ ഒറ്റയ്ക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല, നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവർ കൃത്യസ്ഥലത്ത് എത്തുകയും ചെയ്യുന്നു. അവിടെ വെച്ച് മുത്തിനെ കെട്ടിയിട്ടത് കാണാൻ ഇടയാവുകയാണ് അവർ. ഇതോടെ എന്തെങ്കിലും നാടകം കളിച്ചാൽ മാത്രമാണ് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ്. ഒടുവിൽ ഭക്ഷണം കൊണ്ടുവരുന്ന ആളായി അഭിനയിച്ചുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് പോകാമെന്നും അതിനുശേഷം അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കാം എന്ന് അറിയിക്കുകയും ചെയ്യുന്ന കാവ്യ വലിയൊരു പാത്രവുമായി ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. ഇതോടെ ഗുണ്ടകൾ കാവ്യയെ തടയുകയും എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഭക്ഷണവുമായി വന്നതാണ് എന്നും ഇവിടേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ശരി, ഉള്ളിലേക്ക് കടന്നുകൊള്ളൂ എന്ന് ഗുണ്ടകൾ നിർദ്ദേശം നൽകുന്നു. ഉടൻ തന്നെ ഉള്ളിലേക്ക് കടക്കുന്ന കാവ്യ മണിക്കുട്ടി അവിടെ നിൽക്കാനുള്ള സിഗ്നൽ നൽകുകയും ഇതേ തുടർന്ന് ഉള്ളിൽ വെച്ച് മുത്തിനെ കാണുകയും ചെയ്യുന്നു. ഇതോടെ മുത്തിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. തന്നെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിക്കുന്നതിനായി മുത്ത് തയ്യാറാകുന്നു. ഇതോടെ കൊണ്ടുവന്ന പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നതിനായി മുന്നിലേക്ക് കാവ്യ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ
മണിക്കുട്ടി പോലീസിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും കാവ്യയെ സഹായിക്കുന്നതിനായി കടന്നു വരികയും ചെയ്യുന്നു. ഒരുമിച്ചുള്ള ആക്രമണം ഗുണ്ടകൾക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്ന് സഹായത്തിന് പോലീസും എത്തിയതിനെ തുടർന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതോടെ മുത്തിനെ രക്ഷിക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് കാവ്യയ്ക്ക്. മുത്ത് ഈ കാഴ്ച കണ്ട് ഉടൻ തന്നെ കാവ്യയെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. മുത്തിനെ രക്ഷിച്ചതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം പോലീസുകാർ കാവ്യയോട് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഞാനല്ല, മുത്തിനെ രക്ഷിച്ചത് മണിക്കുട്ടിയുടെ ബുദ്ധിയാണ് എന്നും മണിക്കുട്ടി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ കാര്യം പോസിബിൾ ആയിരിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ മുത്തിന് വളരെയധികം സന്തോഷമാവുകയും തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മണിക്കുട്ടി ജീവൻ മരണ പോരാട്ടമാണ് എടുത്തത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതോടെ മണിക്കുട്ടിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന മുത്ത് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ പറയുന്നതായി അറിയിക്കുകയും ചെയ്യുന്നു. നീ എൻ്റെ സഹോദരിയാണ്, നിനക്ക് വേണ്ടി എത്ര വലിയ റിസ്ക്കും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്ന മണിക്കുട്ടി ഇതേ തുടർന്ന് മുത്തിന് ഉമ്മ നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് മണിക്കുട്ടി ഉമ്മയോട് ഉടൻ തന്നെ കൃഷ്ണ ഉമയെ താലി കെട്ടുന്നത് തടയണമെന്നുള്ള കാര്യം അറിയിക്കുന്നത്. ഇതോടെ അമ്പലത്തിലേക്ക് കുതിച്ചെത്തുകയായി കാവ്യ. ഇതേ തുടർന്ന് ഉമ്മയുടെ കഴുത്തിൽ താലി ചാർത്തുന്നതിന് 1 മിനിറ്റ് മുൻപ് അമ്പലത്തിലേക്ക് കുതിച്ചെത്തുന്ന കാവ്യ താലി കെട്ടുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ മുത്തിൻ്റെ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ഉമ ഭീഷണിപ്പെടുത്തുന്നുവെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മണിക്കുട്ടി മുത്തിനെയും കൂട്ടി മണ്ഡപത്തിൻ്റെ അവിടേക്ക് കടന്നു വരികയാണ്. അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് ആകെ നടുങ്ങിപ്പോവുകയാണ് ഉമ. തൻ്റെ പദ്ധതികൾ പാളിപ്പോയി എന്ന് ഉമ അവിടെ വെച്ച് മനസ്സിലാക്കുകയും അപ്പോൾ തന്നെ ഉമയുടെ മുഖത്ത് കൃഷ്ണയുടെ കൈ പതിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.